ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ ഇന്ന് കൈത്താക്കാലത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ നാം 12 ശ്ലീഹന്മാരുടെ തിരുനാളും ആഘോഷിക്കുകയാണ്. വിളവെടുപ്പ് എന്നറിയപ്പെടുന്ന കൈത്താക്കാലവും ക്രിസ്തുവിൻ്റെ വിളവെടുപ്പുകാരായ ശ്ലീഹന്മാരുടെ തിരുനാളും തമ്മിൽ ആഴമേറിയ ബന്ധമുണ്ട്. ലോകമാകുന്ന വയലിലേക്ക് ക്രിസ്തു വിതച്ച വിത്തുകളായിരുന്നു 12 ശ്ലീഹന്മാർ. അവർ തങ്ങളുടെ രക്തസാക്ഷിത്വത്തിലൂടെയും സുവിശേഷ പ്രഘോഷണത്തിലൂടെയും സഭയ്ക്ക് വലിയ വിശ്വാസത്തിൻ്റെ വിളവെടുപ്പ് സമ്മാനിച്ചു. ഈ കൈത്താക്കാലം നമ്മോട് ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: നമ്മുടെ ജീവിതത്തിൽ എന്ത് ഫലമാണുള്ളത്? ശ്ലീഹന്മാരെ പോലെ പ്രതിസന്ധികളിൽ തളരാതെ ക്രിസ്തുവിൽ വേരൂന്നി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്കും സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയെയും സഭയുടെ മിഷണറി ചൈതന്യത്തെയും കുറിച്ച് ആഴത്തിൽ സംസാരിക്കുന്ന ഒന്നാണ്. ഈ വചനഭാഗം കേവലം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കുറച്ച് വ്യക്തികളോട് യേശു പറഞ്ഞ യാത്രാ വിവരങ്ങൾ മാത്രമല്ല, ഈ 2026 ആണ്ടിലും ജീവിക്കുന്ന നമ്മളോട്, അവിടുത്തെ അൽമായ പ്രേക്ഷിതരോടും വൈദികരോടും സന്യസ്തരോടും യേശു വ്യക്തിപരമായി സംസാരിക്കുന്ന ജീവനുള്ള വചനമാണിത്. നമുക്ക് വചനത്തിലേക്ക് തിരിയാം. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ അരികിലേക്ക് വിളിക്കുന്നു. വചനം വ്യക്തമായി പറയുന്നു, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാവിധ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. അയോഗ്യതകളെ യോഗ്യമാക്കുന്ന ദൈവകൃപയാണ് ദൈവവിളി. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു വലിയ സത്യമാണ്: ദൈവം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? യേശു തിരഞ്ഞെടുത്ത 12 പേരുടെ പേര് സുവിശേഷകൻ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. ലോകത്തിൻ്റെ കണ്ണിൽ വലിയ യോഗ്യതയുള്ള ആരെങ്കിലും ഇതിലുണ്ടോ? ലോകം ആദരിക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരോ നീർമജ്ഞരോ മഹാപുരോഹിതന്മാരോ ഒന്നുമല്ല ഇവർ. ഇവരിലേറെയും കടപ്പുറത്ത് വല വീശി ജീവിച്ചിരുന്ന സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു ചുങ്കക്കാരനുണ്ടായിരുന്നു, യഹൂദർ പാപിയായി മാറ്റി നിർത്തിയ മത്തായി. അവരുടെ കൂട്ടത്തിൽ വിപ്ലവകാരിയായ ശിമിയോൻ ഉണ്ടായിരുന്നു. ഒടുവിലിതാ അവിടുത്തെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസും ആ കൂട്ടത്തിലുണ്ട്. വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റം ഈ വചനഭാഗത്തെക്കുറിച്ച് തൻ്റെ പ്രശസ്തമായ പ്രഭാഷണങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു പണ്ഡിതന്മാരെയോ പ്രബലന്മാരെയോ അല്ല തിരഞ്ഞെടുത്തത്. കാരണം സുവിശേഷത്തിൻ്റെ വിജയം മനുഷ്യൻ്റെ ബുദ്ധിശക്തി കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആണെന്ന് ലോകം തെറ്റിദ്ധരിക്കരുത്. അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ശക്തിയിലാണെന്ന് ലോകം അറിയേണ്ടതിനാണ് അവിടുന്ന് അയോഗ്യരെ തിരഞ്ഞെടുത്തത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം യോഗ്യതയുള്ളവരെ അല്ല തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് അവിടുന്ന് തിരഞ്ഞെടുക്കുന്നവരെ യോഗ്യരാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിചാരിക്കാറില്ലേ, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എത്രയോ പാപിയാണ്, ബലഹീനനാണ്, എനിക്ക് പ്രവർത്തിക്കാൻ അറിയില്ല. എന്നാൽ ഓർക്കുക, പത്രോസിൻ്റെ ബലഹീനതയും തോമസിൻ്റെ സംശയവും മത്തായിയുടെ പാപക്കറയും അറിഞ്ഞുകൊണ്ടാണ് യേശു അവരെ വിളിച്ചത്. അവിടുന്ന് ഇന്ന് നമ്മയെയും വിളിക്കുന്നു. യേശു അവരെ വെറുതെ അയക്കുകയല്ല ചെയ്തത്, മറിച്ച് അവിടുന്ന് അവർക്ക് അധികാരം നൽകി. എന്തിനുള്ള അധികാരമാണ് നൽകിയത്? അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങളെ സുഖപ്പെടുത്താനുമുള്ള അധികാരം. യേശു തൻ്റെ ശിഷ്യർക്ക് നൽകിയ ഈ ദൗത്യം 3 തലങ്ങളിലാണ്. ഒന്നാമത്തേത് വചനപ്രഘോഷണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രണ്ടാമത്തേത് രോഗശാന്തി, രോഗികളെ നിങ്ങൾ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. മൂന്നാമത്തേത് വിമോചനമാണ്, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, പിശാചുക്കളെ പുറത്താക്കുവിൻ. ഇവിടെ യേശു ഒരു വലിയ ആത്മീയ രഹസ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണം എന്നത് കേവലം മനോഹരമായ വാക്കുകൾ പറയലല്ല, അത് ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കലാണ്. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും രോഗത്തിൻ്റെ തകർച്ചകളിൽ നിന്നും മനുഷ്യന് വിടുതൽ നൽകാനാണ് യഥാർത്ഥ പ്രേക്ഷിത പ്രവർത്തനം ഉള്ളത്. വിശുദ്ധ അഗസ്തീൻ പ്രകാരം പറയുന്നു, ശരീരത്തിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനേക്കാൾ വലിയ അത്ഭുതം ഒരു പാപിയുടെ ആത്മാവ് സുഖപ്പെടുകയും അവൻ ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. എത്രയോ മനുഷ്യർ തകർന്ന മനസ്സുകളുമായി ജീവിക്കുന്നു. പരസ്യമായ പിശാചബാധയേക്കാൾ ഭയങ്കരമായ അശുദ്ധാത്മാക്കൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ കാർന്ന് തിന്നുന്നുണ്ട്. അശുദ്ധിയുടെ ആത്മാവ്, ലഹരിയുടെ ആത്മാവ്, അവിശ്വാസത്തിൻ്റെ ആത്മാവ്, ഈ അശുദ്ധാത്മാക്കളെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും
സ്നേഹം കൊണ്ടും പുറത്താക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം. നിങ്ങൾക്ക് ദാനമായി കിട്ടി, നിങ്ങൾ ദാനമായി കൊടുക്കുവിൻ. യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉപദേശമുണ്ട്. പ്രതിഫലം കൂടാതെ നിങ്ങൾക്ക് ലഭിച്ചു, പ്രതിഫലം കൂടാതെ തന്നെ നിങ്ങൾ കൊടുക്കുവിൻ. ഈ വചനം നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ ശുദ്ധീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത് എല്ലാം ദൈവകൃപയാൽ സൗജന്യമായി കിട്ടിയതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഭൗതികമായ പ്രതിഫലം ആഗ്രഹിക്കാമോ? വിശുദ്ധ കൊച്ചു തെരേസ്യ തൻ്റെ ആത്മകഥയിൽ എഴുതുന്നു, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതും അങ്ങേക്കായി പ്രവർത്തിക്കുന്നതും പ്രതിഫലം ആഗ്രഹിച്ചല്ല. സ്നേഹത്തിന് പകരമായി സ്നേഹം മാത്രം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷകൾ സ്വാർത്ഥ ലാഭങ്ങൾക്കോ പുകഴ്ചയ്ക്കോ വേണ്ടിയാകുമ്പോൾ അത് അതിൻ്റെ ആത്മീയ മൂല്യം നഷ്ടപ്പെടുത്തുന്നു. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ തെരുവിൽ മരിക്കാറായ പാവങ്ങളെ ശുശ്രൂഷിച്ചപ്പോൾ അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് അവരിൽ യേശുവിനെ മാത്രമാണ് കണ്ടത്. സൗജന്യമായി ലഭിച്ച സ്നേഹം സൗജന്യമായി വിതറിയപ്പോഴാണ് മദർ തെരേസ ലോകത്തിൻ്റെ പ്രകാശമായി മാറിയത്. യാത്രയ്ക്കായി യേശു നൽകുന്ന നിർദ്ദേശങ്ങൾ തികച്ചും വിപ്ലവകരമാണ്. മടിശേലയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതരുത്. യാത്രയ്ക്കായി സഞ്ചിയോ 2 കുപ്പായങ്ങളോ ചെരുപ്പോ വടിയോ കരുതേണ്ട. എന്തെന്നാൽ വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് അർഹനാണ്. ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കരുതുന്നു? പണം, വസ്ത്രം, മരുന്നുകൾ എല്ലാം കൃത്യമായി പാക്ക് ചെയ്യും. എന്നാൽ യേശു പറയുന്നു, ഒന്നും കരുതേണ്ട. എന്തുകൊണ്ടാണ് യേശു ഇത്ര കഠിനമായി ഉപദേശം നൽകുന്നത്? ഇവിടെ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ദൈവപരിപാലനയുള്ള ആശ്രയത്വമാണ്. അതിന് ഡിവൈൻ പ്രൊവിഡൻസ് എന്ന് പറയും. ഭൗതികമായ സുരക്ഷിതത്വങ്ങളിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുതലിന്മേലാണ് നമ്മുടെ സുവിശേഷ യാത്രകൾ അധിഷ്ഠിതമാകേണ്ടത്. വടിയും ചെരുപ്പും പോലും കരുതരുതെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെടാൻ യേശു ആവശ്യപ്പെടുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ വചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച വിശുദ്ധനാണ്. ഒരിക്കൽ അസീസിയിലെ പള്ളിയിൽ വെച്ച് ഈ സുവിശേഷ ഭാഗം വായിച്ചു കേട്ടപ്പോൾ ഫ്രാൻസിസ് തൻ്റെ ചെരുപ്പും വടിയും മടിശേലയും ഉപേക്ഷിച്ച് ഒരു ലളിതമായ ചാക്കുതുണി ധരിച്ച് ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹം തൻ്റെ സഹോദരന്മാരോട് പറയുമായിരുന്നു, നമ്മൾ എത്രത്തോളം ദരിദ്രരാകുന്നുവോ അത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുത്തുന്നവരാകാം. കാരണം പണമില്ലാത്തവന് ദൈവമല്ലാതെ മറ്റാശ്രയമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എന്തിനെയാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെയോ, നമ്മുടെ സ്വാധീനങ്ങളെയോ, നമ്മുടെ ജീവനുള്ള ദൈവത്തെയോ? ഭൗതിക വസ്തുക്കളിലുള്ള അമിതമായ ആശ്രയം പലപ്പോഴും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ കുറച്ച് കളയുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനെ വഴിയിൽ പട്ടിണിക്കിടാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന വലിയ ഒരു ഉറപ്പ് യേശു നമുക്ക് ഇവിടെ നൽകുന്നു. യേശു തുടരുന്നു, ഏതെങ്കിലും നഗരത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യനായവൻ ആരെന്ന് അന്വേഷിക്കുവിൻ. അവിടെ വിടുന്നത് വരെ അവനോടൊപ്പം താമസിക്കുവിൻ. നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ശിഷ്യന്മാരുടെ പ്രധാന ദൗത്യം സമാധാനം നൽകുക എന്നതാണ്. യേശു നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയുള്ളതല്ല. അത് പാപമോചനത്തിൽ നിന്നും ദൈവവുമായുള്ള അനുരഞ്ജനത്തിൽ നിന്നും ഉണ്ടാകുന്ന ആന്തരിക സമാധാനമാണ്. എന്നാൽ വചനം ഒരു മുന്നറിയിപ്പും തരുന്നുണ്ട്. ആ വീട് യോഗ്യമാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. യോഗ്യമല്ലെങ്കിലോ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. നമ്മൾ സമാധാനം കൊടുക്കാൻ തയ്യാറായാലും ലോകം എപ്പോഴും അത് സ്വീകരിക്കാൻ തയ്യാറാകണമെന്നില്ല. നമ്മൾ നന്മ ചെയ്യുമ്പോൾ തിന്മ കൊണ്ട് മറുപടി നൽകുന്ന മനുഷ്യർ ഈ ലോകത്തിലുണ്ടാകും. നമ്മൾ സ്നേഹിക്കുമ്പോൾ വെറുപ്പ് തിരികെ നൽകുന്നവർ ഈ ലോകത്തിലുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നിരാശപ്പെടരുത്. നമ്മുടെ ഉള്ളിലെ സമാധാനം കളഞ്ഞു കുളിക്കരുത്. വിശുദ്ധ പാദ്രി പിയോ ഇപ്രകാരം പറയുമായിരുന്നു, നിങ്ങളുടെ ആത്മാവിന് സമാധാനം നശിപ്പിക്കുവാൻ പിശാചിനെ അനുവദിക്കരുത്. കാരണം സമാധാനമില്ലാത്ത ഹൃദയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ സമാധാനം തകർക്കാൻ ആർക്കും വിട്ടുകൊടുക്കരുത്. ആരെങ്കിലും നമ്മെ നിരസിച്ചാൽ, നമ്മുടെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞാൽ യേശു പറഞ്ഞതുപോലെ ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയോ ചെയ്താൽ ആ വീടോ ആ നഗരമോ വിട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി കുടഞ്ഞു കളയുവിൻ. അതിൻ്റെ അർത്ഥം അവരോട് പ്രതികാരം ചെയ്യുക എന്നതല്ല, മറിച്ച് ആ കൈപ്പേറിയ അനുഭവങ്ങളെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഭാരമില്ലാതെ ദൈവകൃപയിൽ മുന്നോട്ട് പോകുക എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ അവസാന വാക്യത്തിൽ യേശു ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
വിധി ദിവസത്തിൽ ആ നഗരത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്കായിരിക്കും കൂടുതൽ സഹനീയമായിരിക്കുക എന്ന് സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അവിടുത്തെ സ്നേഹം അനുഭവിച്ചിട്ടും മനസ്സ് തിരിയാത്ത മനുഷ്യരുടെ അവസ്ഥ എത്രയോ കഠിനമായിരിക്കും എന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത്. ഈ കൈത്താക്കാലം തുടങ്ങുമ്പോൾ ദൈവം തന്ന കഴിവുകളെയും അധികാരങ്ങളെയും നമ്മൾ നന്മയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. സൗജന്യമായി ലഭിച്ച ദേവാനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്കായി സൗജന്യമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഭൗതിക വസ്തുക്കളെക്കാൾ ഉപരിയായി ദൈവപരിപാലനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കും 12 ശ്ലീഹന്മാരെ പോലെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത പ്രേക്ഷിതരാകാം. നമ്മുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലും സമാധാനത്തിൻ്റെ ദൂതന്മാരാകാം നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.